ഈ അവിഹിതം എനിക്ക് തോന്നുന്നു ഇതായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അവിഹിത ബന്ധങ്ങളും ഇപ്പൊ അവിഹിതം എന്ന് പറയുമ്പോൾ ഒരാൾ അറിയാതെ ചെയ്യുന്നത്, കപ്പിൾ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ അറിഞ്ഞോണ്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു കണക്ഷൻ എങ്ങനെയാ തോന്നുന്നത്? അവിഹിതം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സെക്സിലെ രുചിയാവൂല എൻ്റെ രുചി. ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വന്ന് എന്താ പറയുന്നത് കുറച്ച് സക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്ക് ഇഷ്ടമായിരിക്കും, ചില പെണ്ണുങ്ങൾ ഇത് കൊടുക്കൂല. അപ്പോൾ എന്ത് ചെയ്യും ആണുങ്ങൾ? സ്വാഭാവികമായിട്ടും അവരുടെ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ. അവർക്ക് കുറെ ഫാന്റസീസ് ഉണ്ടാവും. അവർക്ക് ചിലപ്പം പുറകെ കൂടെ ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് നല്ലപോലെ സക്ക് ചെയ്യുന്നതിനോട് താല്പര്യം. ചില പെണ്ണുങ്ങൾ ഇത് കൊടുക്കൂല. കാര്യം വെച്ചാൽ എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ച് സംസാരിക്കുന്നവരെയാണ്, എൻ്റെ ഭാര്യ ഇത് തരൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എനിക്ക് പോകാതെ എനിക്ക് എന്താണ്? അങ്ങനെ വരുമ്പോ എന്താ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്? അതായത് ഇവരെ കൺവിൻസ് ചെയ്യാണോ ചെയ്യേണ്ടത്? അവരെ കൺവിൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, നമ്മള് ഒന്നാമത്തെ കാര്യം, ഒരു നമ്മൾ കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഭർത്താവിന് എന്താണോ ഇഷ്ടം, അല്ലെ ആ ഭാര്യയ്ക്ക് എന്താണോ ഇഷ്ടം, രണ്ടുപേരും കൂടെ സംസാരിക്കണം. ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് വേണ്ടിയത്. ആദ്യം രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് പരസ്പരം ഒരു ധാരണയായിട്ട് അവരുടെ മനസ്സെന്താണ്. ഇപ്പം നമ്മൾ വീട്ടുകാർ ആലോചിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു രാത്രിയാവും നമ്മൾ അടുത്തിരുന്ന് സംസാരിക്കുന്നത്. പരസ്പരം ഇഷ്ടക്കേടുകൾ സംസാരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. അവരുടെ മനസ്സുകൾ തമ്മിൽ അടുത്ത് സംസാരിച്ച് ഓപ്പൺ മൈൻഡിലാവണം. അപ്പോഴാണ് ആ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം സുഖം ഉണ്ടാവുമെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുള്ളൂ. ഇതിനൊരു പോംവഴി കിട്ടിയില്ല, അല്ലെ എൻഡിങ് കിട്ടിയില്ല. രണ്ടുപേർക്കും അവരുടെ ഒരു ഇങ്ങനെ കിട്ടാതിരിക്കുന്ന ആൾക്കാരാണ് കപ്പിൾസ് ആയിട്ട് പോകുന്നതും ഡിവോഴ്സ് ആവുന്നത്. അപ്പൊ ശരിക്കും അത് ഡിവോഴ്സ് ആവുന്നതാണോ നല്ലത്, അതോ എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നതാണോ? ഒരിക്കലും അല്ല, സഹിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഒരു ഭാര്യ ഭർത്താവിനെ അറിഞ്ഞ് ഭർത്താവ് ഭാര്യയെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സഹിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? സഹിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഈ കുടുംബ ബന്ധങ്ങള് അല്ലെങ്കിൽ സമൂഹം എന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ഇത്രയും ആർഭാടമായിട്ട് കല്യാണം നടത്തി അങ്ങനെയൊക്കെ ഉള്ളവർ വരുമ്പോ ചിന്തിക്കുമ്പോ ഇവർ അഡ്ജസ്റ്റ് ചെയ്തല്ലേ ജീവിക്കുള്ളൂ. ഈ ചിന്ത വരുന്നത് സംശയം തീർക്കാനുമാണ് ഞാൻ എന്റെ വീഡിയോയിലൂടെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലായോ? അത് ഇരുത്തി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് ഓരോ സ്പോട്ട് സഹിതം. ചിലപ്പോൾ ഞാൻ അത് പറഞ്ഞു കൊടുക്കുമ്പോഴും ഞാൻ ഓരോന്ന് കാണിച്ചു വരെ കൊടുക്കുന്നുണ്ട്. അപ്പൊ പറയും ഇവൾക്ക് എന്തോ കാമപ്രാന്താന്നാ പറയുന്നത്. എനിക്ക് കാമപ്രാന്തല്ല, എല്ലാവരുടെയും പ്രശ്നങ്ങൾ നീങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഇപ്പൊ കേരളത്തിൽ ഭയങ്കരമായിട്ട് ലൈംഗിക ദാരിദ്ര്യം നേരിടുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? അതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് കൊണ്ട് കാര്യമുണ്ടോ, അതോ അതിനെന്താണ് ഒരു പോംവഴി ശരിക്കും പറഞ്ഞാൽ? ലൈംഗിക ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് ആൾക്കാർ എന്നെ സമീപിക്കാറുണ്ട്. പിള്ളേര് 18 വയസ്സ് പോലെ ആവാത്ത പിള്ളേര് അല്ല, 18 വയസ്സ് ഞാൻ അങ്ങനെയുള്ള സംഭവം എടുക്കാറില്ല. 18 വയസ്സ് 10-25 വയസ്സുള്ള പിള്ളേര് വിളിച്ചിട്ട് എന്നോട് ചോദിക്കും, എനിക്ക് എൻ്റെ അമ്മേനെ കാണുമ്പോൾ വികാരം തോന്നുന്നു, എന്താ ചേച്ചിന്ന്. കേരളത്തില് ഈ പറയുന്ന സംസ്കാരവും എല്ലാം എന്താ ചേച്ചിന്ന്, അതെന്താ ഞാൻ ചോദിക്കുന്നത്, അതെന്താ? പാരന്റിങ്ങിന്റെ കുഴപ്പമായിരിക്കും. ആ കുഴപ്പമുള്ള ആൾക്കാരും ഉണ്ട് ഈ സമൂഹത്തിൽ. കാരണം ഒരമ്മ മകനോട് എങ്ങനെയാണ്, നമ്മൾ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മകനാണെന്നും ഇത് അമ്മയാണെന്നും ബോധം ഈ കസേരയിൽ ഇരിക്കുന്ന എനിക്ക് പോലും ഉണ്ടാവണം. ഇപ്പം നമ്മൾ ഏതൊക്കെ രീതിയിലാണെങ്കിൽ പോലും അച്ഛനുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, മകനുണ്ട്, ഇപ്പം മക്കളുണ്ട്. പക്ഷെ ഒരമ്മ മകൻ്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളത് അവർ ചിന്തിക്കണം. മനസ്സിലായോ? മകൻ ഒരമ്മയോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളത് അവൻ ചിന്തിക്കണം. അതിനെയൊന്നും ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. ഒരുപാട് ആൾക്കാർ വരാറുണ്ട്, ഞാൻ സംസാരിക്കണം, എനിക്ക് സംസാരിക്കാൻ ആദ്യം നിനക്ക് ബോധം വരണം നിൻ്റെ അമ്മയാണെന്നുള്ളത്, പിന്നെ അമ്മയ്ക്ക് ബോധം വരണം അതെൻ്റെ മകനാണെന്നുള്ളത്. അതിൽ അച്ഛൻ നിസ്സഹായനാണ്, അച്ഛൻ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. മനസ്സിലായോ? അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അതായത് ഇപ്പൊ അമ്മേനോട് ഇപ്പൊ ആഗ്രഹം വരുന്നു അല്ലെങ്കിൽ താല്പര്യം വരുന്നു, ഇത് തിരിച്ചും ഉണ്ടാവില്ല ചിലപ്പോ അമ്മയ്ക്ക് മകനോട്. തീർച്ചയായിട്ടും അതാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. അതിനെയാണ് ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയേണ്ടത് ശരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതിനെ എല്ലാത്തിൻ്റെയും മനസ്സിൽ നിന്നുള്ള നമുക്കൊരു അറിവ് പകർന്നു കൊടുക്കുകയാണ്. ഇതൊക്കെ തെറ്റാണ്. നമ്മൾ നമ്മുടെ കുടുംബം
എന്താ പറഞ്ഞ ബലമുള്ളതാക്കണം. ഭാര്യ ഭർത്തൃ ബന്ധം ബലമുള്ളതാക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വരത്തില്ല. മക്കളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അന്നേരം.